വാണിജ്യ സിലിണ്ടറിന് കുത്തനെ വില കൂടി. വിലക്കയറ്റം ഭയന്ന ജനങ്ങളും വ്യാപാരികളും. ഇന്ന് രാവിലെയാണ് പൊടുന്നനെ കേന്ദ്ര സർക്കാർ വാണിജ്യ പാചകവാതകത്തിന് കുത്തനെ വില വർദ്ധിപ്പിച്ചത്. 19 ലിറ്ററിന്റെ വാണിജ്യാവശ്യത്തിനുള്ള സിലിണ്ടറിന് 993 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ 2000 രൂപയുണ്ടായിരുന്ന സിലിണ്ടറിന്റെ വില 3000-ത്തിലധികമായി ഉയർന്നു. 1000 രൂപയാണ് പലയിടത്തും കൂട്ടിയിട്ടുള്ളത്. സംസ്ഥാന നികുതിയടക്കമാണ് ഈ വർധന. വീട്ടാവശ്യത്തിനുള്ള പാചകവാതകം വില കൂടിയിട്ടില്ല. കഴിഞ്ഞ മാസം 114 രൂപയോളം വാണിജ്യ സിലിണ്ടറിന് വർദ്ധിപ്പിച്ചിരുന്നു. അന്നുതന്നെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. വിലകൾ കൂടാൻ ഇതിനിടയാക്കും. വില കൂടിയിട്ടുണ്ട്. 10-45 ദിവസം ആവണ്ടേ കിട്ടണമെങ്കിൽ. അപ്പം അത് ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ 10-75 വയസ്സായ ചേച്ചി നടത്തി കൊണ്ടുപോകണത് തന്നെ ആകെ ഒരു എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. അപ്പം അത് ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ പാവപ്പെട്ടവർ ജീവിക്കണമെങ്കിൽ വളരെ കഷ്ടമാണല്ലോ. ഗ്യാസ് ഇല്ലെങ്കിൽ എല്ലാവർക്കും അവരുടേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പം അതുകൊണ്ട് അടച്ചിട്ട് കഴിഞ്ഞാൽ വില കൂട്ടിയത് ബാധിക്കുമല്ലോ. ബാധിക്കാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങളുടെ പടിവില്ലേ. അപ്പോൾ ഈ പാവപ്പെട്ടവർ ലോണും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. പണിയില്ലാതെ ഇരുന്ന് എന്ത് ചെയ്യാൻ പറ്റും. ഗ്യാസിന് വില കൂട്ടി അത് ബുദ്ധിമുട്ട് തന്നെയാണല്ലോ. അതാ അടച്ചു കൂട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളെ ബാധിക്കുമല്ലോ. എല്ലാവരുടെ കഷ്ടപ്പാടും അങ്ങനെ തന്നെയല്ലേ. ചായയ്ക്ക് 10 രൂപയുണ്ടായിരുന്നത് 15 രൂപയാണ് പലരും നിലവിൽ ഈടാക്കുന്നത്. ഇതിനിയും വർദ്ധിക്കാനാണ് സാധ്യത. ഊണിനും മറ്റും വില വർദ്ധിക്കും. പ്രതിസന്ധി ഹോട്ടൽ മേഖലയെ ഗുരുതരമായി ബാധിക്കുമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി NMR റസാഖ് UTVയോട് പറഞ്ഞു. വലിയ രീതിയിൽ ബാധിക്കുമല്ലോ ഹോട്ടൽ വ്യവസായത്തിന്. കാരണം നമ്മൾ ഏകദേശം ഒരു 90 രൂപയാണ് ഫെബ്രുവരി മാസം ഗ്യാസ് ഉണ്ടായിരുന്നു, 1 കിലോ ഗ്യാസ്. അതിപ്പോൾ 162 രൂപ പറയുമ്പോൾ ഇത് 2 ഇരട്ടിയേ. അതിൻ്റെ വർധനവ് എത്രയാണെന്നുള്ളത് അതിൻ്റെ 90% വർധനവ് വന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും നല്ല ബാധിക്കലുണ്ടാവും നമ്മുടെ മേഖലയിൽ. ചെറുകിട കച്ചവടക്കാരൊക്കെ വലിയ രീതിയിൽ പ്രയാസം അനുഭവിക്കും. അതുതന്നെയാണ് പ്രതിസന്ധി തന്നെയാണ് ഈ മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം വില കൂട്ടൽ ഒരു പ്രതിവിധിയല്ലല്ലോ. ഭക്ഷണം ഇങ്ങനെ വില കൂട്ടിക്കൊണ്ടുപോയാൽ വാങ്ങിക്കാൻ ജനങ്ങൾക്ക് ആവണ്ട. ഭക്ഷണം വില കൂട്ടലും അതിൻ്റെ ഒരു ഭാഗമേ ഉള്ളൂ. പക്ഷെ അതൊരു ശാശ്വത പ്രതിവിധിയൊന്നും അല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എന്ത് തന്നെയാണെങ്കിലും ഈ മീറ്റിംഗ് കൂടിയിട്ടുള്ളൊരു തീരുമാനം, നല്ലൊരു തീരുമാനം ഉണ്ടാവും, ഉചിതമായ തീരുമാനം. തൊഴിലാളികൾ തൊഴിൽ നഷ്ടപ്പെടുമെന്ന ആദിയിലുമാണ്. പലരും ഹോട്ടൽ ഭക്ഷണം ഉപേക്ഷിക്കാനിടയാക്കുമെന്നാണ് ഭയം. ഹോട്ടലിൽ അടച്ചിടേണ്ടി വരും. ഇങ്ങനെയാണെങ്കിൽ വാടക, കറണ്ട് ബില്ല്, വെള്ള ബില്ല് എല്ലാം കൂടി ആയിട്ട് കഴിയുന്നില്ല. വളരെ ബുദ്ധിമുട്ടാണ്. എന്താ ചെയ്യുന്ന ഒന്നും അറിയുന്നില്ല. സാധനത്തിന് വെറുതെ വില കൂട്ടാൻ പറ്റില്ല. ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് ഇപ്പം എന്താ ചെയ്യണമെന്ന് ആലോചിക്കുന്നതൊക്കെ നിങ്ങളൊക്കെ തന്നെ ശരിയായി. സാധാരണക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതന്നെ ഗ്യാസ് പ്രൈവറ്റ് കിട്ടാനും ബുദ്ധിമുട്ടാണ്. ഇതും അവർ നേരെ കൊണ്ടുതരും. സർവീസ് ഇല്ല. അപ്പം അവിടെ പോയി ഓട്ടോ പിടിച്ചെടുക്കണം. അതൊക്കെ നോക്കുമ്പോൾ വളരെ നഷ്ടമാണ്. പിന്നെ ഇരുട്ടടി പോലെ പെട്ടെന്ന് രാവിലെ എനിക്കുമ്പോൾ ഗ്യാസ് കൂടി പറഞ്ഞാൽ ഇത് ഇങ്ങനെയാണെങ്കിൽ അടുത്ത മാസം മുതൽ അടച്ചിടേണ്ടി വരും. വേറെ ഒരു നിവൃത്തിയില്ല. എല്ലാ ഹോട്ടലുകാർക്കും ചെറുകിടക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതേസമയം വില കൂട്ടാതെ യുദ്ധകാലത്ത് ഇത്രയും കേന്ദ്ര സർക്കാർ പിടിച്ചു നിന്നില്ല എന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം. ലോകം മുഴുവനൊന്ന് അന്വേഷിക്കുക എവിടെയൊക്കെ എത്രയൊക്കെ കൂടിയെന്ന് അല്ലേ. നമ്മൾ ഇത്രയും പിടിച്ചു നിന്നില്ലേ. വാണിജ്യ സിലിണ്ടർ വെറുതെ ഒരു നമ്പർ അല്ലായിരുന്നോ. UTV ന്യൂസ്, പാലക്കാട്.